നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,482ാമത്തെ ദിവസമാണ്. മലയാളത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 13-ാം തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 ആശ്വിന മാസം 7-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. വൈകിട്ട് 4:31 വരെയുള്ള സമയത്താണ് സപ്തമി തിഥിയുള്ളത്. അതിനുശേഷം അഷ്ടമി തിഥിയാണ്. നക്ഷത്രം വരുന്നത് മൂലം നക്ഷത്രം ആണ്. അത് നാളെ 6:17 വരെയും മൂലം നക്ഷത്രമാണ്. കരണം പശുകരണമാണ്. വൈകിട്ട് 4:31 വരെയുള്ള സമയത്ത് പശുകരണമാണ്. നിത്യയോഗം സൗഭാഗ്യനാമ നിത്യയോഗമാണ്. രാത്രി 1 മണി വരെയുള്ള സമയത്ത് ഈ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല അത്തം ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം തിങ്കളാഴ്ചയാണ്. ചന്ദ്രൻ്റെ കാലഹൊരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:59 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:12:22 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 56 23 സെക്കൻഡാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 7:45 തുടങ്ങി 9:15 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:43 തുടങ്ങി 3:13 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 10:44 മുതൽക്ക് 12:14 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ കർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11:50 തുടങ്ങി 12:12 വരേക്കും, തുടർന്ന് മധ്യത്തിൽ 4 മിനിറ്റ് വർജിച്ചിട്ട് 12:16 മുതൽക്ക് 12:38 വരെയാണ്. ഈ അഭിജിത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ശുഭകർമ്മങ്ങൾക്ക് ഒരു ശുഭമുഹൂർത്തമായിട്ട് വിധിച്ചിട്ടുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്ന ഇടവക്കൂറുകാർക്കാണ്. കാർത്തികയുടെ 2, 3, 4 പാദം, രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവം കൂറ്. മൂലം നക്ഷത്രം ആണ് ഇന്നുള്ളത്. ഇന്ന് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. വനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആരാമം അതായത് ഉദ്യാനം ഇങ്ങനെയുള്ളത് നിർമ്മിക്കുക, അതുപോലെ യുദ്ധം ആരംഭിക്കുക, ലോഹകർമ്മങ്ങൾ, ശില്പകർമ്മങ്ങൾക്ക്, അതുപോലെ വാപി കൂപ തടാകങ്ങൾ കുഴിക്കുക, കുളം കുഴിക്കുക, കിണർ കുഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് മൂലം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. മറ്റ് കർമ്മങ്ങൾക്ക്, ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. ഗജ സംബന്ധമായിട്ടുള്ള ആനയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം, ആഭരണം, യുദ്ധം ആരംഭിക്കുക, അതുപോലെ സംഗീതം പഠിക്കാൻ ആരംഭിക്കുക, ഇതൊക്കെയും ശുക്ലപക്ഷത്തിലെ സപ്തമിക്ക് അനുകൂലമാണ്. ഇന്ന് സവിശേഷമായിട്ടുള്ള ഒരു ദിവസമാണ്. വൈകിട്ട് 4:31 ശേഷം അഷ്ടമി ആകയാൽ ഇന്ന് വിദ്യാരംഭം തുടങ്ങേണ്ട ദിവസമാണ്. സന്ധ്യയ്ക്ക് അഷ്ടമിയുള്ള സമയത്താണ് വിദ്യാരംഭം തുടങ്ങേണ്ടത്. ഇന്നേ ദിവസമാണ് വിദ്യാരംഭത്തിന് പൂജവയ്പ് നടത്തേണ്ടത്. നമസ്കാരം.